അങ്ങനെ ചൂട് നിന്നും ഒന്ന് മാറി വാൾപ്പാറയിലേക്ക് പോയതാണ്. എപ്പം പോലെ ആനമലൈ ടൈഗർ റിസർവിന്റെ അവിടെ നിന്ന് എൻട്രി പാസ് എടുത്തിട്ട് വിട്ടു. എൻട്രി ആകുമ്പോൾ തന്നെ ദേ സൈഡില് ആളിയാർ ഡാം ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണും. ചെറിയൊരു കേവ് വ്യൂ കൊണ്ട് അങ്ങനെ ഒരു ഡ്രൈവ്. നമ്മൾ പോയപ്പോ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഭയങ്കര വെയിലായിരുന്നു. ആദ്യമൊക്കെ വ്യൂ പോയിന്റ് ഓപ്പൺ ആയിരുന്നു, ഇപ്പൊ ക്ലോസ് ചെയ്തു. പിന്നെ വാൾപ്പാറ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ വാട്ടർഫോൾ ആണല്ലോ എപ്പോഴും. പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സൺഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഭയങ്കര റഷ് ആയിരുന്നു. പിന്നെ ഇത്രയും കാലം വരെ വാൾപ്പാറ നേരെ നമ്മൾ പോകും, താടിയെളി തലനാർ എന്നുള്ള സ്ഥലത്ത് നമ്മൾ പോയിട്ടേ ഇല്ല. ആൾക്ക് 100 റുപ്യ ചാർജ് ചെയ്യുന്നുണ്ട്, വണ്ടിക്ക് ഒരു 100 റുപ്യയും. ഇത് ഡെഡ് എൻഡ് ആണ്, ഇതിന് ശേഷം ഒന്നുമില്ല. അവിടെ 2-3 റിസോർട്ട് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതുകൊണ്ട് ഭയങ്കര സൂക്ഷിച്ചു പോകണം. അങ്ങനെ നേരെ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് എത്തി, നേരെ മേലെ കയറി ഫുൾ ബ്യൂട്ടി നമ്മൾ കണ്ടു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. എന്നിട്ട് നേരെ വാൾപ്പാറ ടൗണിലേക്ക് എത്തി. എന്നിട്ട് നമ്മൾ എപ്പോഴും പോലെ നമ്മളൊരു ആനി റോസിന്റെ കടയുണ്ട് അവിടെ പോയി നമ്മൾ ടീ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി പൊരി വലുത് ബോട്ടിംഗ് ഒന്നും പോകാൻ പറ്റില്ല എന്ന് വെച്ച് റിട്ടേൺ വന്നു. പിന്നെ നേരെ കൂഴാങ്കര റിവറിലേക്ക് പോയി. എന്നിട്ട് ഇവിടെ വന്ന ശേഷം ക്ലൈമറ്റ് ഒന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കുറച്ചു നേരം ഈ പച്ചപ്പും ഹരിതാവും എല്ലാം ആസ്വദിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ റൂമിലേക്ക് പോയി. ഉച്ചക്കേക്കുള്ള ഫുഡും നമ്മൾ റൂമിലേക്ക് തന്നെ വാങ്ങിട്ട് പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഒരു 2-3 പ്രാവശ്യം സ്റ്റേ ചെയ്ത സ്പോട്ടാണ്. ഇതിന്റെ വീഡിയോ നമ്മളെ ചാനലുണ്ട്. ഇതൊന്ന് ഉറങ്ങി എണീച്ചിട്ട് ഈവനിങ് വ്യൂ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ പുറത്ത് പോയിട്ട് രാത്രി ഡിന്നർ നമ്മൾ അടുത്തുള്ള ഒരു JJ കഫേയിൽ പോയി കഴിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ചെക്ക് ഔട്ട് ആയിട്ടാണ് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം ഈ ജക്കറാണ്ട ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നത്. ബട്ട് നമ്മൾ പോയ സമയത്ത് കുറെ ഉണ്ടായിരുന്നില്ല, കുറച്ച് കുറവായിരുന്നു. പിന്നെ നേരെ അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങാൻ തുടങ്ങി. സോ നമുക്ക് ഇവിടെ തന്നെ ആലിയാർ ഡാമും ഇതൊക്കെ ഭയങ്കരമായിട്ട് കാണും മേലെന്ന്. പിന്നെ ഓരോ ഹെയർപിൻ ബെൻഡിലും ഓരോ വൈൽഡ് ആനിമലിന്റെ പേരും കൊണ്ട് ബോർഡിലുണ്ടായിരുന്നു. ഇൻഫോർമേറ്റീവ് ആയിരുന്നു അത്. പിന്നെ ഈ സമ്മറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വാൾപ്പാറയിലേക്ക് ഒരു വിസിറ്റ് അടിച്ചോളൂ.